സുരേഷും സുമലത എന്ന് പറയുന്നത് എന്നാ താങ്കോട് കേസ് കൂടുന്ന് പറയുന്നത് അല്ലെ, രണ്ട് കഥാപാത്രങ്ങളാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അനുവാദം ചോദിച്ചിട്ടുണ്ട്? ഇല്ല, അത് അദ്ദേഹം കാണിച്ച ഏറ്റവും തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണ്. ഞാൻ പറഞ്ഞാണ്, ഞാനത് എന്നെ ആദ്യം അജിത്ത് കോൺടാക്ട് ചെയ്യുന്നത് തന്നെ അന്ന് ഞാൻ എങ്ങാണ്ട് ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കത്തില്ല, കാര്യം പ്രൊഡ്യൂസറേയും അതിനകത്ത് വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. പക്ഷെ പ്രൊഡ്യൂസറോട് ആരാണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ കേസ് കൊടുക്കൂന്നാ പറഞ്ഞത്. അദ്ദേഹം പുള്ളി എന്നെ ഖത്തറിൽ എന്നെ വിളിച്ചു. അന്നേരം ഞാൻ പുള്ളിയോട് പറഞ്ഞ വാക്കിതാണ്, അജിത്തിനോട് പറഞ്ഞ വാക്കിതാണ്, ഞാൻ കേസും കൊടുക്കത്തില്ല, നിങ്ങളുടെ സിനിമ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് തരാൻ നോക്കുന്നു അതുപോലെ എല്ലാം പ്രൊമോട്ട് ചെയ്ത് തരും, എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആ രീതിയിൽ നീതികേട് കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നീതികേട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഏലിയൻ അളി എന്നുള്ള സിനിമ അനൗൺസ് ചെയ്ത് എന്റെ പൈസ മുടക്കിച്ച് എഴുതിച്ച് കഴിഞ്ഞ് ആ സിനിമ വേറെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ചേർന്ന പുള്ളി വീണ്ടും ആ പേരില്ലാതെ പറഞ്ഞു ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനിതൊക്കെ വളരെ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഇതുകൊണ്ടൊന്നും ഞാൻ ടെൻഷൻ അടിക്കുന്ന ആളുമല്ല. പക്ഷേ തിരിച്ച് അവിടെ തന്നെ വരാൻ സാധ്യതയുണ്ട് ഏലിയൻ. അതിതാ വളരെ കുറവാണ്. കാരണം നമുക്ക് ഈ ആന്റണി കുഞ്ഞപ്പൻ എടുത്ത സമയത്തുള്ള പ്രായമല്ല ഇപ്പൊ എന്റെ പ്രായം, ഒരു 5-6 വയസ്സ് കൂടി. ഞാൻ പ്രായമാകും തോറും നമുക്കും ചില ടെൻഷനൊക്കെ കുറയ്ക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എടുക്കാൻ സാധ്യതയില്ല അല്ലേ? അല്ല, അപ്പൊ അത്തരത്തിൽ അക്കാര്യം ഇദ്ദേഹത്തോട് രതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞു? അങ്ങനെ ഞങ്ങൾ പല നമ്മുടെ ഗോവ ഫിലിം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പുള്ളിയോട് പറഞ്ഞിട്ടില്ല. പറയാത്തതിന്റെ കാര്യം പറഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമുള്ള ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അല്ല, ഒന്ന് ചുരുങ്ങിയ പക്ഷം ആ സിനിമ നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയാത്തത് വലിയ സന്തോഷമായിട്ട് തോന്നിയില്ലേ? എന്റെ അടുത്ത് വന്നാലും ഞാനത് ചെയ്യത്തില്ല. ഈ അപകടം അറിയാവുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തോന്നിയതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വളരെ അദ്ദേഹം ഒന്നാമത് ഒരു ആർട്ട് ഡയറക്ടറാണ്. ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നല്ല ഹിന്ദിയിലൊക്കെ ചെയ്ത്, ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നീരാളിയുടെ സിനിമയുടെ ഡിസ്കഷൻ മുംബൈ നടക്കുമ്പോഴാണ്. മുംബൈയിലാണല്ലോ ഷൂട്ട്. അതിന്റെ ക്യാമറ സാനുവും ആർട്ട് രതീഷും സാനു കൊണ്ടുവന്നതാണ് ഈ രതീഷ് പൊതുവാളിന്. അദ്ദേഹത്തിന്റെ കഴിവുകളുണ്ട്, ഒരു സംശയവുമില്ലാത്തതാണ്. അദ്ദേഹത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ നമുക്കറിയാലോ ഒരു സിനിമയിൽ എന്തുമാത്രം പൈസ മുടക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന്. 4 കോടി എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ തുടങ്ങിയത്. ശരിപക്ഷെ 4 ആണെങ്കിൽ നേരത്തെ പറഞ്ഞനുസരിച്ച് ഒരു 8 കോടി രൂപ വരെയൊക്കെ ആകാം അയാളുടെ കാര്യത്തിൽ. ഇത് 20 കോടി എന്ന് പറയുന്നത് അതിക്രമം തന്നെ. തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് ഈ ലാസ്റ്റ് ഉള്ള ഷെഡ്യൂൾസ് എല്ലാം നീണ്ടു പോവായിരുന്നു. 120 ദിവസം എന്നാണ് കേട്ടത്, 120 ദിവസം. അന്നേരം ഈ ലാസ്റ്റ് ഷെഡ്യൂളിന് മുമ്പ് ഞാനൊരു ഏതോ ഒരു ഇന്റർവ്യൂവില് ഇങ്ങനെ വളരെ ഇതേപ്പറ്റി വളരെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു. അന്നാണ് ഈ ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, എൻ്റെ സിനിമയുടെ ക്യാരക്ടറിനെ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനത്തെ ഷെഡ്യൂൾ പുള്ളി കറക്റ്റ് പറഞ്ഞതിനേക്കാളും 4-5 ദിവസം മുമ്പ് തീർത്തു. അത്തരം പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട് ഈ സിനിമയ്ക്കുള്ളിൽ എന്നുള്ളതാണ്. ഇതൊരു ഞാൻ പറഞ്ഞത് എല്ലാം കലാകാരന്മാരല്ലേ. ഈ കലാകാരന്മാർക്ക് പല രീതിയിലുള്ള വീക്ക്നെസ് പല രീതിയിൽ കാണും. അതിനെ നമ്മൾ കൈകാര്യം